പ്രിയമുള്ളവരെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ പിറവി തിരുനാൾ ഒരുങ്ങുന്ന ദിവസങ്ങളിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ദൈവമാതാവായ കന്യകമറിയത്തെ നാം ആദ്യമായി കണ്ടുമുട്ടുക ഗബ്രിയേൽ ദൈവദൂതനിൽ നിന്ന് പരിശുദ്ധ അമ്മ മംഗളവാർത്ത സ്വീകരിക്കുന്ന ആ രംഗത്തോടു കൂടിയാണ് മറിയത്തെ നാം പുതിയ നിയമത്തിൽ കണ്ടുമുട്ടുന്നത്. ദൈവാലയത്തിൻ്റെ പരിസരത്തിൽ വെച്ചാണ് ദൈവദൂതൻ മറിയത്തോട് സംസാരിച്ചതെന്ന് നാം പരമ്പരാഗതമായി വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മ ബാല്യം മുതലേ ദൈവാലയ കേന്ദ്രീകൃത ജീവിതം നയിച്ചിരുന്ന വ്യക്തിയാണ്. നിത്യം കന്യകയായി ജീവിക്കാനായി മറിയം തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു എന്ന് നാം വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഗബ്രിയേൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് മംഗളവാർത്ത അറിയിക്കുക. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നാം പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ ആണ്ടുതോറും പെസഹ തിരുനാളിൽ പങ്കെടുക്കാനായി ദേവാലയത്തിൽ പോയിരുന്ന അമ്മയെ സുവിശേഷം അവതരിപ്പിക്കുന്നുണ്ട്. ജെറുസലേം ദേവാലയത്തിൽ ഒരാണ്ടുവട്ടത്തിൽ പ്രധാനപ്പെട്ട തിരുനാളുകൾ നടക്കുമ്പോഴൊക്കെ ഭർത്താവിനോടും മകനോടും ഒപ്പം ദേവാലയം സന്ദർശിച്ചിരുന്ന പരിശുദ്ധ അമ്മയെയാണ് നമ്മളിവിടെ കണ്ടുമുട്ടുക. ഈശോയുടെ ജീവിതത്തിൽ നാം കാണുന്നുണ്ട്, അവൻ പതിവ് പോലെ സാബത്ത് ദിവസം സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കുവാനായി എഴുന്നേറ്റ് നിന്നു. ഈശോയിൽ ഈ ശീലം അഭ്യസിച്ചത് ഈശോയുടെ മാതാപിതാക്കന്മാരിൽ നിന്നാണെന്ന് നമുക്ക് സ്വാഭാവികമായി അനുമാനിക്കാം. ഇനി നാം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ അന്ത്യനിമിഷങ്ങളിലേക്ക് വരുമ്പോൾ കാണുന്നത് അപ്പസ്തോല പ്രവർത്തനം 1-ാമത്തെ അധ്യായത്തിലെ രംഗങ്ങളാണ്. അവിടെ അമ്മ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന രംഗമാണ് നാം കാണുന്നത്. പ്രാർത്ഥനയിൽ മുഴുകി ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു ദൈവമാതാവിനെ നമ്മളിവിടെ ദർശിക്കുന്നു. ഇവിടെ പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കുന്നത് ഒരു ദേവാലയത്തിൽ വെച്ചല്ല, സെഹിയോൻ മാളിക മുകളിൽ വെച്ചാണ്, ഈശോ അന്ത്യത്താഴം കഴിച്ച ഹോളിൽ. പരിശുദ്ധ അമ്മയുടെ ഈ ജീവിതാന്ത്യം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ആരൊക്കെ ദൈവാലയ കേന്ദ്രീകൃത ജീവിതം നയിക്കുന്നുവോ അവരൊക്കെ ജീവിതാന്ത്യത്തിൽ ദൈവ കേന്ദ്രീകൃത ജീവിതം നയിക്കാനായിട്ട് പര്യാപ്തമാകും. ദൈവാലയത്തെയും ദൈവിക രഹസ്യങ്ങളെയും ചുറ്റിപ്പറ്റി ജീവിക്കുന്നവർക്ക് ജീവിതാന്ത്യത്തിൽ ഒരു ദൈവാലയത്തിൻ്റെ പശ്ചാത്തലം പോലും പ്രാർത്ഥനയ്ക്കായി ആവശ്യമുണ്ടാവുകയില്ല. എവിടെ കണ്ണുകൾ അടയ്ക്കുന്നുവോ, എവിടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് വരുന്നുവോ ആ സമയം അവർ ദൈവത്തിൽ വിലയം പ്രാപിക്കും. 8 നോമ്പിൻ്റെ ചൈതന്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമുക്ക് പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവാലയ കേന്ദ്രീകൃത ജീവിതം നയിച്ച് അവസാനം ദൈവ കേന്ദ്രീകൃത ജീവിതത്തിൽ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കാം.